വ്യൂവേഴ്സ് ഇതൊരിക്കലും അറിയാതെ പോകരുത്. യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ള ഒരു 8ന് പണി പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അനാമിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളുടെ യൂട്യൂബിന്റെ പുതിയൊരു അപ്ഡേറ്റിനെ പറ്റി നിങ്ങൾക്ക് മുന്നിൽ പറയാൻ വേണ്ടിയാണ്. ഇത്രയും നാൾ നമുക്ക് മോണിറ്റൈസേഷൻ ആകണമായിരുന്നെങ്കിൽ 4000 വാച്ച് അവറും അതേപോലെ തന്നെ 10 മില്യൺ വ്യൂസും ആയിരുന്നു ഷോർട്സിന് വേണ്ടത്. എന്നാൽ ഇനി തൊട്ട് അതിൻ്റെ ഇരട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. 4000 എന്നുള്ളത് 8000 വാച്ച് അവറായിട്ടും 10 മില്യൺ വ്യൂസ് ഷോർട്സിന് വേണ്ടത് ഇനി തൊട്ട് 20 മില്യൺ വ്യൂസ് വേണ്ടതായിട്ട് മാറിയിരിക്കുകയാണ്. യൂട്യൂബിന്റെ ഈ പുതിയൊരു അപ്ഡേറ്റ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മളെ പോലത്തെ ചെറിയ യൂട്യൂബേഴ്സിനാണ്. ഇനിയിപ്പോൾ മോണിറ്റൈസേഷൻ ഇതൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ആൾക്കാർക്കും ഇൻകം കിട്ടുന്ന ആൾക്കാർക്കും ഇതൊന്നും ബാധകമല്ല. പിന്നെന്ന് പറയാം, ഫെബ്രുവരി 1, 2027 മുതലായിരിക്കും ഈ ഒരു അപ്ഡേറ്റ് നിലവിൽ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുവരെ സമയമുണ്ട്. നിങ്ങൾക്ക് 4000 വാച്ച് അവറും അതേപോലെ 10 മില്യൺ വ്യൂസും ആക്കുകയാണെങ്കിൽ, അതിന് ഇപ്പം 2027 ഫെബ്രുവരി 1 മുന്നേ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മോണിറ്റൈസേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ കഷ്ടപ്പെട്ട് ലോങ് വീഡിയോ ഒക്കെ ഇട്ടും അതേപോലെ ഷോർട്സ് ഒക്കെ ഇട്ടും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മോണിറ്റൈസേഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മോണിറ്റൈസേഷൻ എന്നുള്ള ഒരു വലിയ കടമ നിങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചെറിയ യൂട്യൂബേഴ്സുകാരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഷോർട്സ് മാത്രം ഇടുന്നത് നിർത്തിയിട്ട് ഷോർട്സ് മാത്രം നിങ്ങളിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ലോങ് വീഡിയോസും ഇടാൻ വേണ്ടി ശ്രമിക്കുക. ഒരാഴ്ചയിലെങ്കിൽ ഒരു 3-4 വീഡിയോസൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു വാച്ച് അവർ എന്നുള്ളൊരു സംഭവം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ ഷോർട്ട് വീഡിയോ മാത്രം ഇട്ട് ഒരിക്കലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആക്കാനായിട്ട് സാധിക്കത്തില്ല. ലൈവും അതേപോലെ ലോങ് വീഡിയോ ഇട്ടാൽ മാത്രമേ വാച്ച് അവർ കയറത്തുള്ളൂ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4000 വാച്ച് അവർ ലോങ് വീഡിയോയ്ക്ക്, അതേപോലെ 20 മില്യൺ വ്യൂസ് ഷോർട്സിനും വേണമെന്ന്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഒരു വർഷത്തിനുള്ളിൽ 365 ഡേയ്സ് ആണ് പറയുന്നത്. 365 ഡേയ്സിനുള്ളിൽ നമ്മൾ ഇനി തൊട്ട് ഫെബ്രുവരി 1, 2027 മുതൽ നമ്മൾ 8000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം. അതേപോലെ ഷോർട്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മൾ 20 മില്യൺ വ്യൂസും അതേപോലെ 1000 സബ്സ്ക്രൈബേഴ്സും ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ എന്നുള്ള ഒരു കടമ്പ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു ഫെബ്രുവരി അല്ലെങ്കിൽ ഒരു ഡിസംബറിനുള്ളിൽ തന്നെ, ഇനി കുറച്ച് സമയമുള്ളൂ, ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് 4000 വാച്ച് അവറും അതേപോലെ നമ്മളുടെ 10 മില്യൺ വ്യൂസും ഷോർട്സിനും അതേപോലെ നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സും ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്രൈറ്റീരിയയ്ക്ക് ഈ ഒരു പുതിയ അപ്ഡേഷൻ മുമ്പ് തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ്റെ ഈ ഒരു സംഭവം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഇതിനെപ്പറ്റി ആലോചിച്ച് ഒരുപാട് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല രീതിക്ക് വീഡിയോ ഇടുക, നല്ല റെലവൻ്റ് ആയിട്ടുള്ള വീഡിയോസും ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഇടുക. അതേപോലെ തന്നെ ലോങ് വീഡിയോസും കൂടുതലായിട്ട് ഇടാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും ഇടുവാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ ലോങ് വീഡിയോസിൻ്റെ ഡിഫിക്കൽട്ടീസ് നമുക്കറിയാം. എഡിറ്റ് ചെയ്യാനാണെങ്കിലും അത് നല്ല പാടാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ചയിൽ നിങ്ങൾക്കൊരു 3 വീഡിയോ ലോങ് വീഡിയോ എങ്കിൽ ഇടാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അതേപോലെ തന്നെ ഒരു 10 മിനിറ്റ് കൂടുതലുള്ള ലോങ് വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൂടുതലായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇന്നത്രേ ഉള്ളൂ. ബൈ.